ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് കണ്ണൂർ റോഡ് വെസ്റ്റ് ഹില്ലാണ്. ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷനും കോളേജ് വെബ്സൈറ്റിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ കോളേജിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിച്ച് ഈ പറയുന്ന ഇൻഫർമേഷൻ എല്ലാം ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. 2015 ഈ ഒരു കോളേജ് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ആയി. ഇനി ഇവിടുത്തെ അക്രഡിറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ AICTE അപ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ NBA അക്രഡിറ്റേഷൻ ഉള്ള 4 ബ്രാഞ്ചുകളാണ് ഉള്ളത്. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നാണ് ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള BTech പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എത്ര സ്റ്റുഡൻസിനെ അവിടെ ഇൻടേക്ക് ചെയ്യുന്നു എടുത്തു കഴിഞ്ഞാൽ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എല്ലാത്തിനും 60 സീറ്റുകൾ വീതമാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടുത്തെ കീം 2023 റാങ്ക് ഡീറ്റെയിൽസ് നോക്കാം ഈ ഒരു കോളേജിന്റെ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ആണ്. സ്റ്റേറ്റ് മെറിറ്റ് ഈഴവ, സ്റ്റേറ്റ് മെറിറ്റ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EW, അതുപോലെ തന്നെ ഈഴവ, മുസ്ലിം, ലാറ്റിൻ കത്തോലിക്സ് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ, വിശ്വകർമ്മ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, ഇത് കാറ്റഗറി റാങ്ക് അല്ല, കീമിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് സിവിൽ എഞ്ചിനീയറിംഗിന്റെയാണ്, ഇത് കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എഞ്ചിനീയറിംഗ്. ഇനി ഇവിടുത്തെ ഹോസ്റ്റലിന്റെ ഫെസിലിറ്റീസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോളേജിൽ ലേഡീസ് ഹോസ്റ്റലിന്റെ കാര്യം മാത്രമേ ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളൂ. ലേഡീസ് ഹോസ്റ്റലിലെ ഇൻടേക്ക് എന്ന് പറയുന്നത് 150 സ്റ്റുഡൻസ് ആണ്. ഇനി ഇവിടുത്തെ ഫീസ് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഗവൺമെന്റ് കോളേജുകളിൽ ആവുന്ന പോലെ ആവാനായിട്ട് ചാൻസ് ഉള്ളൂ. കാരണം ഒരു 3000 to 4000 ഇടയ്ക്കായിരിക്കും മിക്കവാറും ഒക്കെ ആവാറുള്ളത്. ഇനി ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 കോളേജ് ബസ്സാണുള്ളത്. കോഴിക്കോട് സിറ്റി അറൗണ്ട് ഈ ഒരു ബസ്സിൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഇനി കോളേജ് ക്യാൻറ്റീനിലുണ്ട്. സ്റ്റാഫിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിന് സെപ്പറേറ്റ് ഡൈനിങ് ഏരിയ ഉണ്ട്. ക്ലീൻ, ഹൈജീനിക് ആയിട്ടുള്ള, അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ഫുഡ് കിട്ടുമെന്നാണ് പറയുന്നത്. ഒരു സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ഈ ഒരു കോളേജിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്യാമ്പസ് അക്രോസ് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ കമ്പ്യൂട്ടർ ഫെസിലിറ്റി ഉള്ള കോളേജാണ്. നിങ്ങൾക്ക് ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടുത്തെ പ്ലേസ്മെന്റ് ഇൻഫർമേഷനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടുത്തെ മേജർ റിക്രൂട്ടേഴ്സിന്റെ ഒരു ഒരു പോസ്റ്ററാണ് ഈ കൊടുത്തിരിക്കുന്നത്. എക്സ്പീരിയൻസ്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ, അതുപോലെ തന്നെ VDN, ക്വസ്റ്റ് ഗ്ലോബൽ, TCS, അതുപോലെ തന്നെ UST ഗ്ലോബൽ, വിപ്രോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് ഇവിടുത്തെ 2023 ഒരു റഫ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ഡീറ്റെയിൽ ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗിന് 25, മെക്കാനിക്കലി 17, കെമിക്കലിൽ നിന്ന് 6, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഇത് 12, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 20. അങ്ങനെ ആകെ മൊത്തത്തിൽ 82 സ്റ്റുഡൻസ് 2023 പ്ലേസ്ഡ് ആയി. അപ്പം ഇതിന്റെ പ്രൂഫും അതുപോലെ തന്നെ ഈ ഒരു പ്ലേസ്മെന്റ് 2023 പ്ലേസ്മെന്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് ഇൻഫർമേഷനും എല്ലാം കോളേജിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിലേക്ക് റീഡയറക്ട് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. തുടർന്നും വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്, സൈനിങ് ഔട്ട്.